ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട ഓഫർ വീഡിയോയിൽ എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിന്റെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. യോക്കിൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു വർക്ക് വരുന്നുണ്ട്. മിറർ വർക്ക്, ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. സെമി സിൽക്ക് ആണ് ഫാബ്രിക്. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെയാണ്. രണ്ട് കളറിന്റെയും കോമ്പിനേഷനിൽ ഇതുപോലെയാണ് ഷോള് വരുന്നത്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ട് 2.5 മീറ്റർ ഒക്കെ ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത് ടോപ്പിനും വരുന്നുണ്ട്, ഷോളിനും വരുന്നുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് അതിന്റെ കോമ്പിനേഷൻ. ബോട്ടം കൊടുക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ബോട്ടം നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റേറ്റ് രണ്ടും ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസും ഓഫർ പ്രൈസും വീഡിയോയിൽ സൈഡിൽ ഉണ്ടാവും. നിങ്ങൾ ഓഫർ പ്രൈസ് പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു പിങ്കിഷ് പീച്ച് കളറാണ്. അതിനകത്ത് ഗ്രേ കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ബുള്ളിയൻ റോസിന്റെ ആ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ബീഡ് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഇതും ഹാൻഡ് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ ഒരു പിങ്കിഷ് പീച്ച് കളറിന്റെയും ഗ്രേ കളറിന്റെയും കോമ്പിനേഷനിൽ ഇതുപോലെയാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്വൻസ് വർക്കും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഷോളിൽ കൊടുക്കുന്നുണ്ട്. സൈഡുകളെല്ലാം കുഞ്ഞൊരു ലേസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷോളാണ്. ഇതാണ് ഷോളിന്റെ എൻഡ് ഭാഗം വരുന്നത്. ഇതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ്. സ്ലബാണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരു ഗ്രേ ഷെയ്ഡാണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നതും സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ഇതിനകത്തും യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. ബുള്ളിയൻ സ്റ്റിച്ച് ആണ് പോകുന്നത്. ഇതുപോലെ ഡാർക്ക് ആൻഡ് ലൈറ്റർ ഗ്രീനിന്റെ തന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതൊക്കെ വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നല്ലൊരു കളറാണ് കേട്ടോ. ഇതിന്റെ ഷോള് വരുന്നതും ഷിഫോൺ ഷോള് തന്നെയാണ്. അതിനകത്ത് ഹെവി ആയിട്ടുള്ള ഷോളാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി, വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. ബോഡിയിലും ഹെവി ആയിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോട്ടം വരുന്നതും സ്ലബാണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡസ്റ്റി റോസ് ആണ് ഷെയ്ഡ് വരുന്നത്. അതിന് ഇതുപോലെ ഫാബ്രിക് പെയിന്റും എംബ്രോയിഡറി വർക്കും കൂടെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ ഇത്രയും കയറി വരുന്നുണ്ട് കേട്ടോ. വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് താഴേക്കും ആ ഒരു പെയിന്റിങ്, ഫാബ്രിക് പെയിന്റിങ് ഇങ്ങനെ പോകുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഇതിന്റെ ഷോൾ വരുന്നത് ആ ഒരു ഗഡ്വാൾ ഷോൾ ആണ്. സെൽഫ് ആയിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്വൻസിന്റെ വർക്കും വരുന്നുണ്ട്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ആണ്. നേവി ബ്ലൂ ആണ് വരുന്നത്. ഇതുപോലെ പ്രിന്റുകളാണ് കേട്ടോ യോക്കിൽ വരുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ബോഡിയിൽ സെറ്റിന്റെ ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ സെൽഫ് ആയിട്ടുള്ള ത്രെഡും സ്വീക്വൻസിന്റെ വർക്കും പോകുന്നുണ്ട്. ഫുള്ളായിട്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. പ്ലസ് ഇതുപോലെ പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ടോപ്പ് എൻഡിൽ ഇതുപോലെ ചെറിയൊരു ബോർഡർ താഴെയും വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. എല്ലാം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഷോൾ വരുന്നത് ഇതുപോലെ ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ ഷോളിലും വരുന്നു. നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഗ്രേഷ് ബ്ലൂ ആണ്. സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. യോക്കിൽ ഇതുപോലെ ത്രെഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ. ഇതിനകത്തും ത്രെഡിന്റെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് അതിന്റെ ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നത്. ഇതിനകത്ത് മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. ഒത്തിരി ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതല്ല, സൈലന്റ് ആയിട്ട് വരുന്ന പ്രിന്റുകളാണ്. മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് ഷോൾ വരുന്നത് പ്രിന്റഡ് ഷോൾ ആണ് വരുന്നത്. ഇങ്ങനെ ബോർഡറിൽ രണ്ടും ആ ഒരു ടോപ്പിന്റെ ആ ഒരു പാറ്റേൺ വരുന്നു. സെന്ററിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ആ ഒരു സെയിം ഗ്രേ ഷെയ്ഡിൽ തന്നെ ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ്. നമുക്ക് ഡെയിലി വെയർ റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതിനകത്തൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു പീച്ച് കളറിന്റെ കോമ്പിനേഷനിൽ എംബ്രോയിഡറി വർക്കും പ്ലസ് സൈഡിൽ രണ്ടും ഇതുപോലെ ഒരു ജെറിയുടെ കോപ്പറിന്റെ ജെറി വർക്കും ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം മെറ്റീരിയൽ വരുന്നത് ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ആയിട്ട് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള സെമി സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഷോള് വരുന്നത് നെറ്റാണ് ഫാബ്രിക് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള
എംബ്രോയിഡറി വർക്ക് ചെയ്ത നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക്, അത് പോയിന്റഡ് എംബ്രോയിഡറി ആണ് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള പോയിന്റഡ് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. ഫ്ലവേഴ്സിനാണെങ്കിലും ഒരു ഒണിയൻ പിങ്കിന്റെ ഒരു മെറൂൺ കളറിന്റെ കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ, സെയിം കളർ ഷെയ്ഡ് തന്നെ, എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഷോൾ വരുന്നതും സെയിം വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ. നമ്മുടെ യോക്കിൽ വരുന്ന ആ സെയിം ഫ്ലവേഴ്സ് തന്നെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിൽ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പൊ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത്. ഇതാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ഷെയ്ഡാണ് വരുന്നത്. യോക്കിൽ വരുന്ന വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഷോൾ വരുന്നതും ബോഡിയിലും ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ്. ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ് കേട്ടോ എല്ലാം. ഇതുപോലെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്പീക്കേഴ്സിന്റെ വർക്കുമാണ് വരുന്നത്. ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു സെറ്റ് തന്നെയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറോട് കൂടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഭയങ്കര രസമായിട്ടാണ് കേട്ടോ അത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നത്. ഒരു ബോർഡർ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഷോളിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ സെയിം പാറ്റേൺ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും ആ ഒരു സെയിം ടോൺ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഇതുപോലെ. ഷോൾ വരുന്നത് രണ്ട് സൈഡും ബോർഡറോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല സെറ്റാണ് കേട്ടോ. കാരണം രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള സെറ്റാണ്. ഇങ്ങനെ നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക്, ഒരു ചെറുതായിട്ടൊരു ലാവൻഡർ ബ്ലെൻഡ് ആവുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിനകത്തൊരു വൈൻ കളറിന്റെയും ഒരു പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനുമാണ് ആ ഒരു ഫ്ലവേഴ്സ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ നല്ല രസമുള്ള ഒരു വർക്ക് കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടാണ് നല്ല രസമുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ ബോഡിയിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ചാർക്കോൾ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല വരുന്നത്. അതിനകത്ത് ഇതുപോലെ സിൽവറിന്റെ ചെറിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ആ ഒരു വർക്കാണ്. ഫ്രണ്ടിൽ മുഴുവൻ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നു. പിന്നെ ആ ഒരു ദാമൻ ഏരിയയിലാണ് കൂടുതലായിട്ട് കണ്ടോ. ഇത്രയും ഹെവി ആയിട്ടൊരു വർക്കാണ് അതിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് മെറ്റീരിയൽ. വിചിത്ര സിൽക്ക് തന്നെയാണ്. നമുക്ക് വാഷബിൾ ആണ്. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്, മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിൽ തന്നെയാണ് എല്ലാം വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ യോക്കിൽ വരുന്ന ആ സെയിം വർക്ക് തന്നെ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ബോഡിയിൽ ടോപ്പിൽ വരുന്നത് കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് തന്നെയാണ്. മെറ്റീരിയൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. അതിനകത്തൊരു പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് ലൈനിൽ മാത്രം സിമ്പിൾ ആയിട്ടും നല്ല ഭംഗിയായിട്ടും വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നതും ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നതും മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്ഡ് ആണ്. അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു പാറ്റേൺ എംബ്രോയിഡറി വർക്ക് ഷോളിലും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു മജന്ത ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഇതുപോലൊരു ബ്ലൂവിന്റെ ഒരു ഗ്രേ കളറിന്റെയും കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വർക്ക് വന്നത്. സിമ്പിൾ ആയിട്ട്. അതുപോലെ തന്നെ കോപ്പറിന്റെ ജെറിയിലും വരുന്ന ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ആ ഒരു എംബ്രോയിഡറി വർക്ക് താഴേക്കും കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നതും സെയിം ടോണിൽ തന്നെയാണ്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ ഷോളിന് ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു ജെറിയുടെ വർക്കാണ് കേട്ടോ. ബോർഡർ ആയിട്ട് വരുന്നത് ഇതുപോലെ എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. അതിനകത്തും നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു കോപ്പർ ജെറിയിൽ വരുന്ന വർക്കാണ് കേട്ടോ. പോയിന്റഡ് എംബ്രോയിഡറി ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ യോക്കിൽ വർക്ക് വരുന്നുണ്ട്. താഴേക്ക് സ്കാറ്റേഡ് ആയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്.
ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ട്. ജെറിയിൽ തന്നെ സ്കാറ്റേർഡ് ആയിട്ടും ഇതുപോലെ വരുന്നുണ്ട് വർക്ക്. ഓപ്പോസിറ്റ് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് യോക്കിൽ വരുന്നുണ്ട് കേട്ടോ. ലീഫ് തന്നെ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും ഒലിവ് ഗ്രീൻ ഷെയ്ഡിലും വരുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിലും ഡാർക്ക് പിങ്കിന്റെയും ലൈറ്റ് പിങ്കിന്റെയും കോമ്പിനേഷനിലാണ് വരുന്നത്. ഷോൾഡർ ഇങ്ങനെ ഒരു സൈഡ് കയറിയിട്ടും ഒരു സൈഡ് ഇറങ്ങിയിട്ടും അങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു ഇതുപോലെ. ഷോൾ വരുന്നതും ആ ഒരു സെയിം കോമ്പിനേഷൻ ബോർഡർ ആയിട്ട് ഷോളിൽ കൊടുക്കുന്നുണ്ട്. വേണ്ട നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ജോർജറ്റ് തന്നെയാണ് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത്. രണ്ട് സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ ചെറിയ ലീഫിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക്, അതൊരു പിക്കപ്പ് ബ്ലൂവിന്റെ അതിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിൽ കൊടുക്കുന്നു. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ട് ഭയങ്കര നല്ല രസമുള്ള ഒരു വർക്കാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട്. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു ഇതുപോലെ. ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഷോള് കണ്ടോ. ഷോളിലും ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കോമ്പിനേഷനുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ചിക്കു ഷെയ്ഡിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്ഡ് ആണ്. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതുണ്ടോ, ബോട്ടം ലൈനിങ്ങും വരുന്നുണ്ട് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ. നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിന്റെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്കൻസിന്റെ വർക്കും ആണ് വരുന്നത് ഇതുപോലെ. ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കളർ കറക്റ്റ് കളർ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് വരുന്നത്. നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ആ ഒരു വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഷോൾ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. വേണ്ടോ, അത്യാവശ്യം ഹെവി ആയിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേർഡ് ആയിട്ടും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്തും നെക്ക് ലൈനിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. പിങ്കും പീച്ചും ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലുമാണ് അത് വന്നിരിക്കുന്നത് ഇതുപോലെ. ഇതിന് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. സെയിം ടോണിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഷോൾ വരുന്നത് സെയിം ടോണിൽ തന്നെ ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ. ഇങ്ങനെയാണ് കേട്ടോ. കോമ്പിനേഷൻ എല്ലാം അതിലും സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ആ ഫ്ലവറിന്റെ പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോട്ട ഫാബ്രിക്കിൽ നല്ല ക്യൂട്ട് ആയിട്ട് വരുന്ന ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ചിക്കു ആണ് ഷെയ്ഡ്. ചിക്കു ഷെയ്ഡിലാണ് വരുന്നത്. ഇതുപോലെ ഒരു ഫാബ്രിക് പെയിന്റ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും ആ ഒരു പാറ്റേണും ആണ്. ഇതിനകത്ത് ഇതുപോലെ രണ്ട് സൈഡിലും ഈ ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിലും ഇതുപോലെ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ലേസിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നത്. വേണ്ട നല്ലൊരു കളറും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേണും ആണ് വരുന്നത് ഇതുപോലെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് അല്ല, ബാക്ക് സൈഡിലും ആ ഒരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഷോൾ വരുന്നതും സെയിം ടോണിലും സെയിം പാറ്റേണും തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഇതുപോലെ എല്ലാ സൈഡിലും ഇതുപോലെ ചെറിയൊരു ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്. ആ സെയിം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. രണ്ട് ഇതുപോലെ ലേസിന്റെ ഒരു പാറ്റേൺ ആണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ആ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് ഇതുപോലെ നമുക്ക് സ്ലീവിന് കിട്ടുന്ന സൈഡിലും ആ ഒരു ചെറിയ സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഈ ഒരു ഫ്ലവർ വരും. ഇതിനും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല നല്ല രസമായിട്ട് നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ഇതൊക്കെ. ഷോൾ വരുന്നത് ഇതുപോലെ എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് വരുന്നു. എല്ലാ സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അതിനകത്ത് ഇതുപോലെ ത്രെഡിന്റെ
പ്ലസ് ഹെവി ആയിട്ടുള്ള ഒരു സ്വീക്കൻസിന്റെയും വർക്കാണ് വരുന്നത് കേട്ടോ. ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഒരു വൈറ്റ് കളറിലാണ്. നല്ല രസമായിട്ട്, കോട്ടണിൽ സാധാരണ നമ്മൾ അങ്ങനെ അധികം സ്വീക്കൻസിന്റെ വർക്ക് ഒന്നും കാണാറില്ല. ഇതിങ്ങനെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതിന്റെ കൂടുതലും ഹെവി ആയിട്ട് വർക്ക് വരുന്നത് താഴേക്ക് ദാമൻ ഏരിയയിലാണ്. ഇത് കണ്ടോ, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ എൻഡിൽ ഇതുപോലെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നതും സെയിം ടോണിൽ തന്നെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഷോളിലും കൊടുക്കുന്നുണ്ട്. ഫ്ലവറും പ്ലസ് അതിന്റെ സ്വീക്കൻസിന്റെ വർക്കും കൂടെ വന്നിട്ട് നല്ല രസമായിട്ട് ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. പിങ്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ ആണ് വരുന്നത്. ഇതിനകത്തും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പറഞ്ഞത്. സെൽഫായിട്ട് തന്നെ വരുന്നു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതുപോലെ എൻഡിൽ ഇതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു വർക്ക് വന്നിട്ട് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് എൻഡ് ഭാഗം വരുന്നത്. നല്ല രസമാണ് കേട്ടോ. കളർ ഷെയ്ഡുകളാണെങ്കിലും ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളും, വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിന്റെ ഷോള് വരുന്നത് കോട്ടൺ ആണ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ബോട്ടം വരുന്നതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. ഇതുപോലെ എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ വരുന്നു കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. അതിനകത്തും ഇതുപോലെ പ്രിന്റുകളാണ് വരുന്നത്. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിന്റെയും ഒരു ഗ്രേ കളറിന്റെയും എല്ലാം കോമ്പിനേഷനിൽ നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ബാക്ക് സൈഡിലും സെയിം പ്രിന്റുകൾ തന്നെ പോകുന്നു. ഷോള് വരുന്നത് ഇതുപോലെയാണ്. ഒരു സ്ട്രൈപ്സിന്റെ ഒക്കെ ഒരു പാറ്റേണിൽ നല്ല ബോർഡറോട് കൂടിയിട്ടാണ് ഷോള് വരുന്നത്. ഇതുപോലെ ഇതിന്റെ ആ ഒരു ബോട്ടം മെറ്റീരിയലിന്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഷോളിൽ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇതുണ്ടോ, എങ്ങനെയാണ് ഷോള് വരുന്നത്. ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഇതുപോലെ ആ ഒരു ടോപ്പിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം ബോട്ടത്തിലും വരുന്നുണ്ട്. ഒരു സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേണിലാണ് ബോട്ടം വരുന്നത്. സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നതുകൊണ്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സെയിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.